വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, CUCET, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി വിവിധ കോഴ്സുകളോട്ട്, അതായത് PGയും അതേപോലെ തന്നെ ഡിഗ്രിയും വിവിധ കോഴ്സുകളോട്ടുള്ള എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും വിവിധ, അതായത് PG കോഴ്സുകളാണ്, ശ്രദ്ധിക്കുക, PG കോഴ്സുകളും കൂടാതെ വിവിധ ഡിപ്ലോമ കോഴ്സുകളുമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവിധ, അതായത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളിലും PG, അതായത് യൂണിവേഴ്സിറ്റി കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് PG ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള കോഴ്സുകൾ നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണോ അതിൻ്റെ കീഴിലുള്ള കോഴ്സുകളും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലായിട്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഡയറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് കോളേജസിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാമ്പസും പഠന സൗകര്യങ്ങളുമായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള കോഴ്സിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും, ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. admission.kannuruniversity.ac.in ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് PG പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ അപേക്ഷാ പേജിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് വ്യൂ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെ കോഴ്സുകളാണ് അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 15/5/2025 വരെയുണ്ട്. അത് മെയ് മാസം 15 വരെ അപേക്ഷ സമയമുണ്ട്. തിരക്ക് പിടിച്ച് ഏതാണ് സബ്ജക്റ്റ് എന്നൊന്നും തെറ്റിക്കാതെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് കൃത്യമായിട്ട് കൺഫേം ചെയ്യുക. ഇനി ഒരു കോഴ്സിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് മറ്റൊരു കോഴ്സ് കൊടുത്താൽ MSc ഫിസിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, അഥവാ ഫിസിക്സ് കിട്ടിയില്ല എങ്കിൽ കെമിസ്ട്രി കൂടി പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ രണ്ടാമത് കെമിസ്ട്രി കൂടി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോഴ്സിനാണ് അപേക്ഷ ഫീസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കോഴ്സിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷ, അതായത് കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ വിദ്യാർത്ഥികൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഏതാണ് കോഴ്സിന് കൃത്യമായിട്ട് കൺഫേം ആക്കിയിട്ട് മാത്രം അപേക്ഷ കൊടുക്കുക. അതായത് ഒരു അപേക്ഷയുടെ ഒരു സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ 600 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി SCST വിഭാഗത്തിൽപ്പെട്ടവരാണ് 300 രൂപയാണ്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 2 കൂടുതൽ, അതായത് 1 കൂടുതൽ കൊടുക്കാൻ 200 രൂപ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റും നിങ്ങൾ അഡീഷണൽ ഫീസായിട്ട് കൊടുക്കണം. താരതമ്യേന മറ്റു യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് വളരെ ഫീസ് കുറവ് തന്നെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫീസ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തത് യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെയുള്ള, അതായത് ഡോക്ടർ ജാനകി അമ്മൽ ക്യാമ്പസ് പാലയാട് തലശ്ശേരി. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി മൈക്രോബയോളജിയാണ് ഉള്ളത്. അപ്പോൾ MSc മൈക്രോബയോളജി, ബയോടെക്നോളജി. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആന്ത്രോപോളജി, ഇംഗ്ലീഷ്, LLM, എക്കണോമിക്സ്, MCA, ബയോളജി, ഹിസ്റ്ററി, MBA, അതേപോലെ ലൈബ്രറി സയൻസ്, അതേപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, യോഗ എഡ്യൂക്കേഷൻ, അത് യോഗ കോഴ്സാണ്, അതും ഡിപ്ലോമയാണ്. അതുപോലെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, അതായത് ഏകദേശം ഇവിടെ നിങ്ങൾ കാണിച്ച ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും MBA ഉൾപ്പെടെയുള്ള 30 സബ്ജക്റ്റുകളാണ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഇപ്പോൾ അപേക്ഷ, അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, MBA കോഴ്സ് നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റികൾ അതേ രീതിയിൽ തന്നെ, അതായത് CAT, CMAT, KMAT ക്ലിയർ ചെയ്തിട്ടുള്ള, അതായത് CATൻ്റെയും CMAT അല്ലെങ്കിൽ KMAT ഇതിലേതെങ്കിലും ഒരു പരീക്ഷ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും MBA അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ മറ്റു സബ്ജക്റ്റുകൾക്ക് പൂർണ്ണമായിട്ടും മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ദി എൻട്രൻസ് ടെസ്റ്റ്. ഇപ്പോൾ ഈ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്, അതായത് എൻട്രൻസ് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള മറ്റു എല്ലാ PG കോഴ്സുകളും അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ പ്രോസ്പെക്ട്സ് കൂടിയുണ്ട്. ഈ ഒരു പ്രോസ്പെക്ട്സ് കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതാണ് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് MSc മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ ഡിഗ്രി മാത്തമാറ്റിക്സ് പഠിച്ചവരായിരിക്കണം. അത്തരത്തിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ സബ്ജക്റ്റ് വൈസ് കാണാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സിലും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എലിജിബിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യവും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ എല്ലാ കാര്യവും ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് പോകുക. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് മുമ്പ് സൈൻ ഇൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഈ ഒരു വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ നെയിം അടിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ജെൻഡർ, ആധാർ നമ്പർ, ഇമെയിൽ, അതേപോലെ തന്നെ പാസ്വേഡ് കൃത്യമായിട്ടൊരു പവർഫുൾ ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. അതേപോലെ സെലക്ട് ഫീ കാറ്റഗറി, അപ്പോൾ ജനറലാണ്, ജനറൽ 600, SC/ST ആണ് 300. ഓക്കെ, ആ രീതിയിൽ കൃത്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കൃത്യമായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ OTP നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ ലഭിക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് അതിൽ ആപ്ലിക്കേഷൻ പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാണ് കോഴ്സ്, അതേപോലെ ഒന്നിൽ കൂടുതൽ കോഴ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ എടുക്കുന്നത് അത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കി വെക്കുക. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ എളുപ്പത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റു പുറമേക്ക് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവരുത്. ഇപ്പോൾ കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എൻട്രൻസ് പരീക്ഷയ്ക്ക് കൃത്യമായുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നിങ്ങൾ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ പരീക്ഷ പേപ്പർ ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ എൻട്രൻസിൻ്റെ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണ് സബ്ജക്റ്റ് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സിലബസ് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗവൺമെൻറ് അതേപോലെ തന്നെ അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള നോർമലായിട്ടുള്ള അഡ്മിഷൻ ഡിഗ്രി ആയാലും PG ആയാലും ഏകദേശം മെയ് മാസം ലാസ്റ്റോടുകൂടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷനാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എല്ലാ കോഴ്സുകളും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും B.Ed ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലുകൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ശരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.